ബൈബിൾ തുറക്കാം. വിശുദ്ധ വേദഗ്രന്ഥത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനമാണ് ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ പരിചിതവും ദൈവത്തിന് സ്തോത്രം എപ്പോഴും ധ്യാനിക്കുന്നതുമായൊരു വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുവാൻ പോകുന്നത്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രവാചകനായ യെശയ്യാവ് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിനിടയിൽ പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ആ വാക്യം തുടങ്ങുന്നത് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. എങ്കിലും എന്ന് പറയുമ്പോൾ എപ്പോഴും സ്തോത്രം അതിൻ്റെ പുറകിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. പ്രവാചകൻ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഒരു അധ്യായമായത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തെ പ്രവാചകൻ വിശേഷിപ്പിക്കുക. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും. ദൈവത്തെ പ്രവാചകൻ പറയുക, ദൈവം ആരാന്നറിയാമോ? തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും. വെള്ളത്തെ അളക്കാൻ കഴിവുള്ളവനാ. ശ്രദ്ധിച്ചേ, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും. വെള്ളത്തെ അളക്കാൻ. സ്വന്തമായിട്ട് കിണറുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക. സ്വന്തമായിട്ട് വീട്ടിൽ കിണറുള്ളവർ. ഞാൻ പൊക്കി പിടിച്ച് എനിക്കും കിണറുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഞാൻ അവാർഡ് തരാം. നിങ്ങളുടെ കിണറ്റിലെ വെള്ളം അളക്കാവോ നിങ്ങൾക്ക്? സ്തോത്രം. ആർക്കും അളക്കാൻ പറ്റത്തില്ല. എന്നാൽ ഭൂമിയിലെ മുഴുവൻ വെള്ളവും അളക്കാൻ കഴിവുള്ളവൻ, ഈ ഭൂമിയിലെ വെള്ളത്തിൻ്റെ അളവ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പ്രവാചകൻ ദൈവത്തെ വെളിപ്പെടുത്തുക. ഭൂമിയിലെ തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും. തൻ്റെ ഉള്ളം കൈക്കകത്ത് വെള്ളം അളക്കുകയും. ആ വെള്ളത്തിന്റെ അളവ് തന്റെ ഉള്ളം കൈക്കകത്തുണ്ട്. പിന്നെ ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും. ചരട് കൊണ്ട് ആകാശത്തിന്റെ പരിമാണം അവൻ എടുക്കും. ഭൂമിയുടെ പൊടി. നിങ്ങൾ ശ്രദ്ധിക്കണം. പണ്ടൊരു എഴുത്തുകാരനോട് ചോദിച്ചു, സ്തോത്രം, നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ആരാന്ന് ഞാൻ പറയാം, പക്ഷെ എഴുതാനുള്ള സ്ഥലം വേണം. എഴുതാനുള്ള. അപ്പൊ അവൻ പറഞ്ഞു, പേപ്പറും പേനായും തരാം. അവൻ പറഞ്ഞു, ആകാശം മുഴുവൻ പേപ്പറാക്കിയാലും, ലോകത്തിലെ മുഴുവൻ തടിയും പേനായാക്കിയാലും, എല്ലാ നദിയിലെ വെള്ളം മഷിയാക്കിയാലും ദൈവം ആരാന്ന് എഴുതി തീരത്തില്ല. അത്ര വലിയവനാ ദൈവം. നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒത്തിരി അപ്പുറമാ ദൈവം. ആ ദൈവത്തെ ആരാധിക്കാനാ നമ്മൾ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ സങ്കീർത്തനകാലം പറഞ്ഞ അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പം വെള്ളത്തെ അളക്കുന്നവൻ, ആകാശത്തെ ചരട് കൊണ്ട് പരിമാണമെടുക്കുന്നവൻ, പിന്നെ ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും. ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും. എന്നാ വാക്ക, ഭൂമിയിലെ പൊടി ദൈവത്തിന്റെ നാഴി കൊള്ളുവെന്ന്. 10 സെന്റ് ഭൂമിയുള്ളവന്റെ ഗമ കേട്ടോ. എനിക്ക് കോട്ടയം പട്ടണത്തിൽ 10 സെന്റ് ഭൂമിയുണ്ട്. നിന്റെ 10 സെന്റ് ഭൂമിയിലെ മണ്ണൊന്ന് അളക്കാവോ? ദൈവം പറയാ, ലോകത്തിലെ സകല പൂഴിയും എന്റെ നാഴിക്കകത്തിരിക്കും. ദൈവം ആരാന്ന് പറയുക കേട്ടോ. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും. പർവ്വതത്തെ ഞാൻ അളക്കുന്നത് വെള്ളിക്കോല് കൊണ്ടാ. കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ വീട്ടിലൊക്കെ ഓട്ടോറിക്ഷയില് പാവയ്ക്കായും പടവലങ്ങായും ചേനയും മാങ്ങയും ഒക്കെ കൊണ്ട് ഒരുത്തൻ ഇങ്ങനെ വന്നിട്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ത്രാശിങ്ങനെ കൊണ്ട് പൊക്കി പിടിച്ചു 1 കിലോയുടെ കട്ടി ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് അപ്പുറത്ത് പാവയ്ക്കായ എടുത്തു വെച്ച് നമ്മളെങ്ങനെ തൂക്കി കാണിക്കും. കണ്ടോ, തൂക്കം കറക്റ്റാ. ഇപ്പം പാവയ്ക്കായുടെ സൈഡിലാ ഇച്ചിരി ദൈവത്തിന് സ്തോത്രം തൂക്ക കൂടുതൽ. ഇതുപോലെ ദൈവം പറയാ, ഭൂമിയിലെ മുഴുവൻ പർവ്വതങ്ങളെയും ഞാൻ ഇങ്ങനെ തൂക്കിപ്പിടിക്കാം. ആരാ ദൈവമെന്നാ പറയുന്നേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് വചനം പറയുമ്പോൾ നിങ്ങളോടൊരു ദൂത് പറയാം. ഒരു രോഗശാന്തിക്കാരൻ മാത്രമല്ല ദൈവം.
വാക്കുകൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്തവനാ ദൈവം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 28-ാമത്തെ വാക്യത്തിൽ കേട്ടോ, യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് 7 പ്രത്യേകതകൾ പ്രവാചകൻ ദൈവത്തിന്റെ പ്രവചിക്കുക. ഒന്നുകൂടെ കേട്ടോ, 28-ാം വാക്യം, യഹോവ നിനക്കറിഞ്ഞുകൂടെയോ? അല്ല, അവിടെ തൊട്ട് യഹോവ നിത്യദൈവം. യഹോവ നിത്യദൈവം എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവം നിത്യനാണ്. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ, ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ 7 പ്രത്യേകതകൾ പ്രവാചകൻ പ്രവചിച്ചേച്ച് പറയുകയാണ്. കാത്തിരിക്കുന്നവർ തങ്ങളുടെ ശക്തിയെ പുതുക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരുടെ മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ദൈവത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ സ്വീകരിക്കണമെന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ വെളിപ്പാട്. അത് എന്താണെന്ന് നമ്മൾ അല്പനേരം ഒന്ന് ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. സ്തോത്രം. നമ്മൾ ഇച്ചിരി മനസ്സിരുത്തി ചിന്തിച്ചാൽ മാത്രമേ ഈ ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം ശക്തനാണ്. വേറൊരു ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 17:1 എഴുതിയിട്ടുണ്ട്, ദൈവം സർവശക്തനാണ്. ഇനി ഒരു പടിയുടെ കയറിയാൽ യിരെമ്യാ പ്രവചനം 32:19 എഴുതിയിട്ടുണ്ട്, അവൻ മഹാശക്തിയുള്ളവനാണ്. ഇപ്പം ഞാൻ ദൈവത്തെ പറഞ്ഞപ്പം നമുക്ക് നമ്മുടെ ബുദ്ധിയിലെങ്ങും നിൽക്കാത്തൊരാമി കാര്യമാ ദൈവം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, യിരെമ്യാ പ്രവചനം, കർത്താവിന് സ്തോത്രം, 19-ാം അധ്യായം 12-ാം വാക്യം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. ആ വാക്യം കിട്ടിയൊന്ന് വായിച്ചേര്. യിരെമ്യാ പ്രവചനം 19-ാം അധ്യായം 12-ാം വാക്യം. അവൻ തൻ്റെ ശക്തിയാൽ, ഹല്ലേലൂയ, യിരെമ്യാ 19-ന്റെ സ്തോത്രം 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. 74-ാം സങ്കീർത്തനം 13-ാം വാക്യം, തൻ്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. 78-ാം സങ്കീർത്തനം 26-ാം വാക്യം, തൻ്റെ ശക്തി കൊണ്ട് കിഴക്കൻ കാറ്റിനെ വരുത്തി. 66-ാം സങ്കീർത്തനം 3-ാം വാക്യം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഭൂമിയെ സൃഷ്ടിച്ചത് ശക്തി കൊണ്ടാണ്, സമുദ്രത്തെ വിഭാഗിച്ചത് ശക്തി കൊണ്ടാണ്, ദൈവത്തെ കാറ്റിനെ അടുപ്പിച്ചത് ശക്തി കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം, ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതും ശക്തിയാലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശ്രദ്ധിക്കുക. അപ്പം ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു കോട്ടവുമില്ല. അവൻ ക്ഷീണിക്കത്തില്ല, തളരത്തില്ല. ഇനി യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മളോട് പറഞ്ഞൊരു സന്ദേശമുണ്ട്, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ ഈ നഗരത്തിൽ പാർക്കണം. എന്തുവാ ഉയരത്തിലെ? അപ്പൊ ദൈവത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ശക്തി ദൈവത്തിൻ്റെ മക്കൾ സ്വീകരിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ഉയരത്തിലെ ശക്തി നിങ്ങൾ പ്രാപിക്കണമെന്ന് പറ. ഹല്ലേലൂയ. ഈ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് നമ്മൾ വരുമ്പം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ആ വാക്യം, 24-ാം അധ്യായം 49-ാമത്തെ വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ പറയുന്ന ശക്തി ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടായ ശക്തിയല്ല. നമ്മൾ പോയി ജിമ്മിൽ രാവിലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വ്യായാമങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായ ശക്തിയുള്ള കാര്യമല്ല. ഇത് പറയുന്നത് ഉയരത്തിലെ ശക്തിയാണ്. മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള ഏക വ്യത്യാസം, അവർക്കില്ലാത്തൊരു ശക്തി നമ്മുടെ മേലുണ്ട്. എത്ര പേർക്ക് അതിനാമീം പറയാൻ പറ്റും?
ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആമീൻ, നിങ്ങൾ കോടീശ്വരരായില്ലെങ്കിലും കുഴപ്പമില്ല, ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വേണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഉയരത്തിലെ ശക്തി? നിങ്ങൾക്കറിയാമോ, പിതാക്കന്മാരുടെ കാലമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരുത്തൻ രക്ഷിക്കപ്പെട്ടാൽ, ഒരുത്തൻ സ്നാനപ്പെട്ടാൽ അവൻ ആദ്യം ചെയ്യുന്നൊരു കാര്യമാ, ഉയരത്തിലെ ശക്തി അവൻ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നവൻ നടക്കുന്നത് മാനുഷിക ശക്തികൾ കൊണ്ടല്ല, ഉയരത്തിലെ ശക്തികൾ കൊണ്ടാണ്. പെന്തിക്കോസിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, വിഷമുത്ത സർപ്പങ്ങൾ ദൈവദാസന്മാരുടെ കാലിൽ ആഞ്ഞുകൊത്തിയപ്പോൾ, ദൈവത്തിന് സ്തോത്രം, വിഷം ദൈവദാസന്മാരുടെ ശരീരത്തിൽ കയറിയില്ല, തിരിച്ചു കൊത്തിയ പാമ്പിൽ തിരിച്ചു കയറി. പെന്തിക്കോസിന്റെ ചരിത്രം പഠിച്ചു നോക്കണം. എന്താ ഇവിടെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കാണാം. മാനുഷിക ശക്തികൾക്ക് അധീനമാണ് ദൈവത്തിന്റെ ശക്തി. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇനി യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ഞാനിത് പറഞ്ഞെന്ന് വരട്ടെ. യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് എന്ത് ലഭിക്കും? ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചല്ല പഠിപ്പിക്കുന്നേ. ബൂസ്റ്റും ഹോർലിക്സും കഴിക്കുമ്പോൾ കിട്ടുന്ന ശക്തിയല്ല പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ് വരുമ്പോഴുള്ള ശക്തിയാ. ഈ ശക്തി കൊണ്ട് ഒരുത്തനോട് മല്ല് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിന്റെ വഴിമധ്യത്തിൽ നിന്നെ തടുക്കുന്ന എല്ലാ ശക്തിയെയും ജയിക്കുവാനുള്ള ശക്തി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ പ്രവാചകൻ പ്രവചിക്കുന്ന ദൂതിലോട്ട് ഞാൻ വരുന്നതിന് മുമ്പേ പറയാം, ഈ ശക്തി ഒരിക്കൽ പ്രാപിച്ചാൽ പോരാ, ഈ ശക്തി എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. അതെന്താന്നാ ഞാൻ പറയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെയെല്ലാം വീടുകളിൽ കത്തിയുണ്ട്, അല്ലെങ്കിൽ പിച്ചാത്തിയുണ്ട്. കറിക്ക അരിയുന്ന പിച്ചാത്തിയുണ്ട്. മരങ്ങൾ മുറിക്കുന്ന വാക്കത്തിയുണ്ട്. ഇപ്പോഴത്തെ കാലം ഒന്ന് വിട്ടേ, പണ്ടത്തെ കാലം നിങ്ങൾ കണ്ടോണം. കുറച്ച് ദിവസം പിച്ചാത്തി കൊണ്ട് എന്തെങ്കിലും മുറിച്ചാൽ അമ്മമാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ അരകല്ലിൻ്റെ സൈഡിൽ ആ പിച്ചാത്തി ഇങ്ങനെ തേക്കും. പലരുടെയും അരകല്ലിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഓഞ്ഞിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ പിച്ചാത്തിത്തേക്ക് മൂർച്ച ഇല്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. നാട്ടിലൊക്കെ ഈ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടുന്ന ദൈവത്തിന് സ്തോത്രം ആൾക്കാർ വരും. അവർ വന്നിട്ട് ചോദിക്കും, ദൈവത്തിന് കത്തിരാകാനുണ്ടോ എന്ന്. എല്ലാ അമ്മമാരും കത്തി കൊടുക്കും. എന്തിനാ കാര്യം? മൂർച്ച വേണം. ഇതുപോലെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം, പണ്ടെങ്ങാണ്ട് ശക്തി പ്രാപിച്ചെന്നും പറഞ്ഞുകൊണ്ട് യോഗത്തിൽ നിന്ന് ഉറങ്ങരുതേ. ഈ ശക്തി പുതുക്കണം. ഓ ഹല്ലേലൂയ. ഞാൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാം നിങ്ങളുടെ മനസ്സിലോട്ട്. സമയത്തിന് പരിമിതികളുണ്ട്. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ്, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ മാഞ്ഞു കിടക്കുന്ന വെളിപ്പാട് പുതുകി വരണം. മങ്ങിപ്പോയ ദൈവകൃപ ജ്വലിച്ചു വരണം. നിന്റെ അകത്തൊരാത്മ മനുഷ്യൻ ഉറങ്ങിക്കിടപ്പുണ്ട്, അവനെ നീ ഉണർത്തിക്കൊണ്ടുവരണം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കർത്താവ് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിച്ചിട്ട് യഹൂദ്യയിലെല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. കർത്താവ് പഠിപ്പിക്കുകയാണ്, ഈ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ അതിർവരമ്പുകളെല്ലാം പൊട്ടും. എന്ന് പറഞ്ഞാൽ ആര് നിന്നെ ഒതുക്കാൻ തീരുമാനിക്കുന്നുണ്ടോ അതെല്ലാം പൊട്ടിയിട്ട് നിന്നെ ഭൂമിയുടെ അറ്റം വരെ. മനസ്സിലായവര് ദൈവത്തിന് കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. എത്ര പേർ മനസ്സിലാക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാനൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത്, കർത്താവിന് സ്തോത്രം, ഞാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിൽ 100 വിശ്വാസികളുണ്ടെങ്കിൽ അതിനകത്ത് 40 വിശ്വാസികളിലെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവരാണ്. സ്തോത്രം. അവർ പറയും, അച്ചായൻ ഗൾഫിലാണ്, ഇന്നലെ വിളിച്ചിരുന്നു.
ആമി ദൈവത്തിന് സ്തോത്രം. ചിലർ പറയും ആമി മോളും ഹസ്ബൻഡും ഗൾഫിലായിരുന്നു. എന്നാൽ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആമി പ്രാർത്ഥിക്കുന്ന തലമുറകളുടെ ആമി മാതാപിതാക്കളുടെ പല തലമുറകളും പല രാജ്യത്ത് പഠിക്കുക. അവരുടെ ബന്ധുക്കാർ അവിടെ ഉണ്ടായിട്ടല്ല. അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ശക്തി എന്ന് എൻ്റെ മേൽ വന്നോ, എന്നെ ഒതുക്കുന്ന എല്ലാ സ്പിരിറ്റുകളും. ആമി 6 വർഷം ഈ പണിക്കെതിരെ മല്ല് കെട്ടിയിട്ടും മല്ല് കെട്ടിയവൻ തോറ്റപ്പോൾ പ്രാർത്ഥിച്ച സഭ ജയിക്കാൻ. ഓ, മനസ്സിലായി വരുന്നുണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി ദൂതിലേക്ക് പോകാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് എന്തോ ലഭിക്കും? ശക്തി ലഭിക്കും. ഒരാമയും പറഞ്ഞാട്ട് ആമി അടുത്തിരിക്കുന്ന ആളോടൊന്ന് തൊട്ടേച്ച് പറ, ശക്തി പുതുക്കിക്കോണോ എന്ന് പറ. ആമി ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുവല്ല, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ആമി ശക്തി ഈ ബൈബിളിൽ ചിലയിടത്തൊക്കെ നിങ്ങൾ പഠിക്കണം. സ്തോത്രം. ആമി അഭിഷേകം ചുമക്കുന്ന ചിലരുടെ മേൽ ബന്ധനങ്ങൾ വരുമ്പോൾ, കെട്ടുകൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ, ബൈബിൾ ഭാഷ കേട്ടോ, പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഓ ഹല്ലേലൂയ. എപ്പോൾ? ബന്ധിക്കപ്പെട്ടപ്പോൾ, ആമി കയറുകൊണ്ട് കെട്ടിയപ്പോൾ, നുകങ്ങൾ വെച്ചപ്പോൾ, ബന്ധിച്ചപ്പോൾ, പെട്ടെന്ന് 10 പേര് അടിക്കാൻ എഴുന്നേറ്റെന്നല്ല, പെട്ടെന്ന് യഹോവയുടെ യേശുവിന്റെ നാമത്തില് ആമി ഞാൻ ഈ മെസ്സേജ് എടുക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. എന്നും നീ ബന്ധിക്കപ്പെട്ട് കിടക്കത്തില്ല. പെട്ടെന്ന് നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് പെട്ടെന്ന് നിന്റെ മേൽ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഒരിക്കൽ തളർന്നു പോയ ഒരു മനുഷ്യന്, സ്തോത്രം, നമ്മുടെ കോടിമാത ചർച്ചിനകത്ത് ഞാൻ ഇന്ന് കൊടുക്കുന്ന കൂടലുകാരനാ. സ്തോത്രം. അപ്പം അദ്ദേഹം യോഗത്തിന് വന്നു. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ഒരു ഡ്രൈവറായിരുന്നു. തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽ താൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വെളിയിൽ പോയി നടുവടിച്ച് വീണു. സ്തോത്രം. ആമി പുള്ളിക്കാരൻ ഹല്ലേലൂയ മെഡിക്കൽ സയൻസ് തള്ളി ആമി വീട്ടിൽ കിടക്കുക 13 കൊല്ലം. പുള്ളി പറയുക ഒരു ദിവസം രാത്രി, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ശരീരത്ത് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഈ എഴുന്നേക്കത്തില്ല. കാരണം ആമി ദൈവത്തിന് സ്തോത്രം, നിന്റെ ആമി നട്ടല് തകരാറായിരിക്കുക, അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, വർഷങ്ങൾ കിടന്ന് നീ മരിക്കത്തേ ഉള്ളൂ. ഇന്ന് വരെ ആരും എഴുന്നേറ്റിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു കുടുംബ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പം ബ്രദറെ എൻ്റെ മേൽ ഒരു അത്യന്ത ശക്തി വന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ അത്യന്ത ശക്തി വന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ കുതിച്ചെഴുന്നേറ്റു. എൻ്റെ ഭാര്യ ആരാധന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നൃത്തം ചെയ്യുക. അപ്പൊ 16 വർഷം ബന്ധിച്ചിടാമെങ്കിൽ പെട്ടെന്ന് ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഈ കോടിമാതായില് ഞാൻ ഈ അത്യന്ത ശക്തിയെ കുറിച്ച് പ്രസംഗിച്ച ദിവസം ആ മനുഷ്യൻ അവിടെ ഉണ്ട്. ആ മനുഷ്യൻ എന്നോട് യോഗം കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് സാക്ഷിയാ, പാസ്റ്ററെ ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ പകർന്നു. പൗലോസ് പറയുന്നുണ്ട് നിന്റെ മേൽ പകരുന്ന ഈ ശക്തി എന്തുവാണ്? അത്യന്ത ശക്തി. ഞാൻ കോടിമാതായിൽ വെച്ച് അത്യന്ത ശക്തിയെ കുറിച്ച് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ദൈവത്തിന് സ്തോത്രം പവർ വിഷൻ TV-ക്കകത്ത് ഒരു ദിവസം TV പ്രോഗ്രാമായി വരിക. ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിന് കോയമ്പത്തൂരുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിൻ്റെ ആമി യൗവനക്കാരിയായ ഭാര്യ ദൈവത്തിന് സ്തോത്രം ഗർഭസ്ഥയായി. സ്തോത്രം. ഹോസ്പിറ്റലിലെ കൊണ്ടുപോയി ആമി അവിടെ ഡെലിവറി സമയമായി. ആമി സ്ട്രെച്ചറിൽ നിന്ന് ആമി ഓപ്പറേഷൻ ടേബിളിലേക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ആമി ഷിഫ്റ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് ഈ കൊച്ചു വഴുതി താഴെ വീണു. അവള് ആമി അവിടെ വീണ് അവിടെ നട്ടല് ആമി അവിടെ സ്പൈനൽ കോഡ് തകരാറായി. കർത്താവിന് സ്തോത്രം. ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ല എന്ന് വിധി എഴുതി കുഞ്ഞിനെയുമായി വീട്ടിൽ വിട്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഭർത്താവ് വളരെ സ്നേഹമുള്ളവനും കരുതലുള്ളവനുമായോണ്ട് അവരുടെ വീടിനകത്ത് വലിയൊരു ഏറ്റവും വലിയൊരു TV അവിടെ ബെഡേ കിടന്ന് കാണാവുന്ന പോലെ
കർത്താവിന് സ്തോത്രം, ക്രമീകരിച്ച് ആമി നിർത്തിയിരിക്കുകയാണ്. ആമി രാവിലെ ഈ അത്യന്ത ശക്തിയുടെ പ്രസംഗം ആമി പവർ വിഷൻ TV-ക്കകത്ത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ പറയുകയാണ്, അവിടെ ആമി നട്ടലിനകത്തൂടെ ഒരു തീ കയറിയിറങ്ങി. ലോർഡ്, ഓ യേശുവിൻ്റെ നാമത്തിൽ അവൾ ആ നിമിഷം ചാടി എഴുന്നേറ്റു. ഞാൻ ഇന്ന് ഓർക്കുന്നു, 10-12 പ്രാവശ്യം അവർ സ്പോൺസർ ചെയ്ത് കോയമ്പത്തൂർ വലിയ വലിയ മീറ്റിംഗ് അവർ നടത്തി. ആ 11 യോഗത്തിൽ ഞാൻ പോയി പ്രസംഗിച്ചു. അതിന് നോട്ടീസ് കൊടുക്കുന്ന ആ പെങ്കൊച്ച് അവൾ നടന്നു പറഞ്ഞു, അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വന്നാൽ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒരിക്കൽ ശക്തി ലഭിച്ചാൽ പോരാ, അത് കാത്തിരുന്ന് പുതുക്കണം. പണ്ടൊക്കെ സഭകളിൽ കാത്തിരിപ്പ് യോഗമുണ്ട്. നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ വൈറസുകളെ അതിജീവിക്കുന്ന കൃപ കൃപ, നീ നശിച്ചു പോകാൻ കുഴിച്ചിട്ട മന്ത്രവാദങ്ങളെ ഹനിപ്പിക്കുന്ന ശക്തി, നിന്റെ ബിസിനസ്സിനെതിരെ കലിതുള്ളുന്ന ദേശാധിപതി, കൃപ 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 കൃപ, എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ അകത്തുന്ന അത്യന്ത ശക്തി, ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഓ യേശു. ഇന്ന് ചിലരെ ആമി ദൈവത്തിന് സ്തോത്രം, ഈ ശക്തി തൊടാൻ പോവുക. വർഷങ്ങളായി നിന്നെ ബ്ലോക്ക് ചെയ്തു വെച്ച, നിന്റെ ഫ്യൂച്ചറിനെ തടഞ്ഞു വെച്ച ആ സ്പിരിറ്റിനെ ഇന്ന് ഈ ശക്തി, ഓ എന്നോട് ദൈവം പറഞ്ഞു, തടസ്സങ്ങൾ മാറുകയാ, തടസ്സങ്ങൾ മാറുകയാ, നിന്റെ ബ്ലോക്കുകൾ ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ദൈവമേ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ സഹായിച്ചാട്ട്, യേശുവിന്റെ നാമത്തിൽ ജനത്തെ സഹായിച്ചാട്ട്. ഓ ദൂതന്മാർ ഇറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ ജനത്തെ സഹായിച്ചാട്ട്, ജനത്തെ സഹായിച്ചാട്ട്. റംദ ഹസി, മാർഗമധ്യത്തിൽ നിൽക്കുന്ന തടസ്സങ്ങൾ, വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന തടസ്സങ്ങൾ, അടച്ചു പൂട്ടിയ പ്രസ്ഥാനങ്ങൾ ഓപ്പൺ ആകുന്നു. ശത്രു കയറുകൊണ്ട് കെട്ടിയാൽ നിന്റെ മേൽ വരുന്ന ആത്മാവുണ്ട്. പരിശുദ്ധാത്മാവെ സഹായിച്ചാട്ട്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇനിയും ബന്ധിക്കാൻ കഴിവുള്ളവൻ ബന്ധിക്കട്ടെ. നിന്റെ മേൽ ഇറങ്ങി വരുന്ന യഹോവയുടെ ആത്മാവ്, കൃപ കൃപ, ഓ കൃപ കൃപ കൃപ. കേട്ടോ, ചിലരുടെ ശക്തി പുതുകുകയാ. യെസ്, വർഷങ്ങളായി നിന്നെ ഒരു സ്ഥലത്ത് ബന്ധിച്ചിട്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേലിരിക്കുന്ന ശക്തി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരു അത്യന്ത ശക്തി, അളവില്ലാതെ അളവില്ലാതെ നിറയണമേ. ഓ അളവില്ലാതെ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. നമുക്ക് അല്പം കൂടെ ശ്രദ്ധിക്കാൻ ദയവായി ഇരുന്നാട്ട്. എനിക്കറിയാം ഈ ഒരു ലെവലിൽ നമ്മൾ ആരാധിച്ചു പോയാൽ വേറൊരു ലെവലിലേക്ക് പോകും. പക്ഷെ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വചനം കയറണം, വചനം കയറണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് ഇവിടെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇന്ന് ദൂതെടുക്കുമ്പം ചിലരുടെ ശക്തി പുതുകാൻ പോവുക. എന്നിട്ട് നീ തീരാൻ പോവല്ല, കഴുകനെ പോലെ. ഞാൻ അതൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നാട്ട്. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു ഉറപ്പ് തരുക, ചിലതിന് മീതെ നീയാവും. നിനക്ക് മീതെ നിന്ന് ചിലത് നിനക്ക് താഴെ പോവും. എന്നിട്ട് നീ അതിൻ്റെ ലോർഡ് ലോർഡ്
സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവേ, സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവേ. ഇന്നിവിടെ കൂട്ട സൗഖ്യങ്ങൾ നടക്കട്ടെ, പാരമ്പര്യ ശാപങ്ങൾ അഴിയട്ടെ, പൈശാചിക ബന്ധനങ്ങൾ പൊട്ടട്ടെ, മന്ത്രവാദ ശക്തികൾ ഹനിച്ചു പോകട്ടെ, വ്യക്തികൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ എഴുന്നേറ്റ ശത്രു. നിങ്ങൾക്കറിയോ, ഈ പൗലോസാണ് ഈ ശക്തിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് തൻ്റെ ലേഖനങ്ങളിൽ വിവരിക്കുന്നത്. നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾ ഇന്ന് രക്ഷപ്പെടും. ഞാൻ ഈ വർഷം തീരുന്നതിന് പേര് കാര്യം പറയാം. അടുത്ത വർഷത്തേക്കുള്ളൊരു തയ്യാറെടുപ്പായത്, ഒരു തയ്യാറെടുപ്പാ. നിനക്ക് മീതെ നിന്നത് എന്തുമാകട്ടെ, നീ അതിന് മീതെയാകുമെന്ന ലോർഡ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. ഹമി 2 കൊരിന്ത്യർ 4:7 എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഈ ശക്തി എവിടാ വെച്ചേക്കുന്നത്? നമ്മുടെ മൺപാത്രങ്ങളിലാകുന്നു. ആൾക്കാർ നമ്മളെ കളിയാക്കും. നമ്മൾ ഭയങ്കര കൈയടിക്കുവാണ്, ഭയങ്കര നൃത്തം ചെയ്യുവാണ്, ഡാൻസ് ചെയ്യുവാണ്, അടുത്ത് നിന്നാളെ മുട്ടിയെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കും. കാര്യം അവർക്കിത് അറിയത്തില്ല. ഒരാമയും വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇലക്ട്രിക് പോസ്റ്റേ കയറുന്നവനോട് ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇലക്ട്രിക് പോസ്റ്റേ കയറേണ്ട പോലെ കയറിയില്ലെങ്കിൽ ആമി മേളി ചത്തിരിക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ശക്തി എന്ന് പറയുന്നത് കർത്താവ് ലൈഫിൽ അനുഭവിച്ചറിയേണ്ട ശക്തിയാണ്. എന്ത് ചെയ്യണം? ഈ ശക്തി പൗലോസ്ലീഹ താഴോട്ട് പറയുന്ന വാക്യങ്ങളുണ്ട്. ആ വാക്യം നിങ്ങൾ എപ്പോഴേലും വായിച്ചു നോക്കണം. ഈ അത്യന്ത ശക്തി എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഇത് ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന്. ഒരിക്കൽ അപ്പോസ്തലന്മാര് സുന്ദരം ദേവാലയ ഗോപുര വാതുക്കൽ ഇരുന്നു കൊണ്ട് മുടന്തനെ സൗഖ്യമാക്കി എഴുന്നേപ്പിച്ചപ്പം ആൾക്കാരെല്ലാം കൂടി അവരെ നോക്കിയപ്പോൾ അപ്പോസ്തലന്മാർ ചോദിക്കുക, ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ചെയ്തെന്ന് കരുതി ഞങ്ങളെ നോക്കുന്നത് എന്തിനാ? ഇത് ഞങ്ങളുടെ ഭക്തിയല്ല, ഇത് ഞങ്ങളുടെ ശക്തിയല്ല, ഇത് മുകളിലെ ശക്തിയാ. ഓ ഹല്ലേലൂയ. ഇവിടെ നടക്കുന്ന ഏതൊരു ദൈവപ്രവർത്തിക്കും മനുഷ്യ ശക്തിക്ക് സ്ഥാനമില്ല, ഉയരത്തിലെ ശക്തിയാ. ഇത് നമുക്ക് ഇച്ചിരി ഒന്ന് മനസ്സിലാകത്തക്ക വരാം. ആ പൗലോസ് പറയുന്ന വാക്കൊന്ന് വായിച്ചേ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. പിന്നെ താഴോട്ടൊക്കെ നമ്മളത് വായിക്കണം. പെട്ടെന്നൊന്ന് വായിച്ചേനെ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ തകർന്നു കാണാൻ ചിലർ നോക്കുന്നുണ്ട്, പക്ഷെ തകരത്തില്ല. കാരണം ഞങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കത്തില്ല. പിന്നെ താഴോട്ട് വായിച്ച അവിടെ കുതിച്ചു ചാടും. ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ശ്രദ്ധിച്ചു കേട്ടെ. പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്തുവാ പ്രാർത്ഥിച്ചെന്നറിയാമോ? എഫെസോസിലെ സഭയിൽ വരുന്ന എല്ലാവരുടെയും കയ്യിൽ, ദൈവത്തിന് സ്തോത്രം, പുതിയ ബെൻസ് വേണമെന്നല്ല പ്രാർത്ഥിച്ചത്. പൗലോസ് പ്രാർത്ഥിക്കുന്ന കേട്ടോ, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളക്കാൻ വയ്യാത്ത വലിപ്പം സഭ അറിയണം. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ ഭൗതികമായി ദൈവം വേണ്ടുവോളം അനുഗ്രഹിക്കും. 2 പക്ഷമില്ല, അനുഗ്രഹിച്ചിരിക്കും. പക്ഷെ നിന്നെ എത്ര അനുഗ്രഹിച്ചാലും ആത്മീകത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം. എത്ര പേരതിന് ആമീൻ പറയും? എത്ര പേരതിന് ആമീൻ പറയും? അബ്രഹാമിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ച്, എവിടെ വീട് വെച്ചാലും അവിടെ യാഗപീഠം പണി, എവിടെ വീട് വെച്ചാലും അവിടെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വാങ്ങിക്കുന്നവൻ മാത്രമല്ല, കൊടുക്കുന്നവനാ. ചോദിച്ചു മോനെ വാങ്ങിച്ചു, ദൈവം ചോദിച്ചപ്പോ തിരിച്ചു കൊടുത്തു. ഹന്ന ചോദിച്ചു മോനെ വാങ്ങിച്ചു, ചോദിച്ചപ്പോ തിരിച്ചു കൊടുത്തു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വാങ്ങിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കൊടുക്കാനൂടെ പഠിക്കണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. വാങ്ങിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ദൈവത്തിന് സ്തോത്രം. 7 ഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ട
മഗ്ദലക്കാരത്തി മറിയ വിടുതൽ കിട്ടിയച്ച് ദൈവത്തിന് സ്തോത്രം. ആമി ദൈവത്തിന് പാമ്പാടി വഴി 8 മൈൽ വഴി അങ്ങ് കുമളിക്ക് പോയെന്നല്ല എഴുതിയേക്കുന്നേ. അവൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാരും ചെതറി ഓടിയപ്പോൾ മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ പൂശേണ്ട സുഗന്ധവർഗം. എന്തിനാ സുഗന്ധവർഗം എന്ന് അറിയാമോ? പറയാം. ദൈവത്തിന് സ്തോത്രം. കല്ലറയിൽ നിന്ന് നാറ്റം വരരുത്. കണ്ടോ, രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷ്യമാ, സഭ ദൈവത്തിന്റെ ശരീരമാ, അത് നാറാൻ പാടില്ല. യേശുവിന്റെ നാമത്തില് അത് സുഗന്ധമാകണം. നമുക്ക് വെളിപ്പാടിലോട്ട് വരാം. ഇന്ന് എത്ര പ്രസംഗിച്ചാലും തീരത്തില്ല, ദൂതിലോട്ടാ വരുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഇതൊരു അത്യന്ത പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ശക്തിയുടെ അളവറ്റ വലിപ്പം, അളക്കാൻ വയ്യാത്ത വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടത്. പറയാം, അളക്കുന്നവന്മാര് വല്ലതും ഉണ്ട്. അളവുകോല് കൊണ്ട് നിനക്ക് അളക്കാൻ പറ്റുകയില്ല. ഇത് ഉയരത്തിലെ ശക്തിയാ. ഒരിക്കൽ ഒരുത്തൻ അളക്കാനിറങ്ങി 1000 മുഴം അളന്നു, അത് നരിയോണിയോളമായി. പിന്നെയും 1000 അളന്നു, മുട്ടോളമായി. പിന്നെയും 1000 അളന്നു, അരയോളമായി. പിന്നെയും 1000 അളന്നു, നീന്തിയിട്ടല്ലാതെ. എത്ര പേരുടെ അകത്ത് കൃപ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകലൊരു ദൂത് പറയാം, നിനക്ക് അളക്കാൻ പറ്റത്തില്ല. ദൈവത്തെ അളക്കുന്ന കോലില്ലെന്നേ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ദൂതി വിവരിക്കട്ടെ. പൗലോസ് പറയുകയാണ്, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. ഇനി പൗലോസ് പറയുക, എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഒരിക്കലെങ്കിലും ഈ ശക്തി വ്യാപരിച്ചിട്ടുണ്ടോ നിന്റെ ദേഹത്തൊന്ന് ഒന്ന് ചോദിച്ചു, ചിരിച്ചോണ്ട് ചോദിച്ചു, ഒരിക്കലെങ്കിലും. നിങ്ങൾ കണ്ടിട്ടില്ലയോ? നിങ്ങൾ എന്നെ നോക്കണേ. ഈ ചില യോഗത്തിനൊക്കെ പ്രസംഗിക്കുമ്പം ഇലക്ട്രിക് ലൈറ്റ് തമ്മിൽ സ്പാർക്കാവും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാറ്റടിക്കുമ്പോൾ തീപ്പൊരി താപം. ഇതുപോലാണ് ചിലയിടത്ത് ശുശ്രൂഷ തുടങ്ങുമ്പോൾ പൈശാചിക തലങ്ങൾ കത്തും. യേശുവിന്റെ നാമത്തില് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ മന്നത ഇന്ന് പൊട്ടും, നിന്റെ മടുപ്പ് ഇന്ന് മാറും, നിന്നെ ഒതുക്കി വെച്ച പോരാട്ടം കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. അപ്പൊ പ്രശ്നം പറയാം, യോഗത്തിനിരുന്നാലും ഈ ശക്തി അറിയത്തില്ല. ഇത് ആർക്കേ അറിയത്തുള്ളൂ? വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് ഫീൽ ആകത്തുള്ളൂ. ചിലർ പറയും, പാസ്റ്ററെ ഞാൻ യോഗത്തിന് പോയിരുന്നു, എൻ്റെ ബ്രദറെ ദൈവത്തിന് സ്തോത്രം, ആ പുള്ളിക്കാരൻ്റെ 2 കീബോർഡും വെച്ചിട്ടുണ്ട്, ദൈവത്തിന് ഒരു ഗിത്താറും വെച്ചിട്ടുണ്ട്, ഒരു റിതം പാടും വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാടുന്ന 2 പാട്ടുകാർ നിപ്പുണ്ട്. അവന്മാർ നിന്നോട് പാടും, ഇവന്മാരെല്ലാം കൂടെ അടിച്ച് കൊഴിപ്പിക്കും. അന്നേരം എല്ലാവരും കൂടെ ചുമ്മാ അനങ്ങുക എന്ന് നിനക്ക് ഫീലാകും. അത് നിന്റെ കുഴപ്പമല്ല, നീ ഇപ്പോഴും അക്കരെ തന്നെ നിൽക്കുക എന്ന ഒരു ദൂത് പറയാ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവന്റെ അകത്ത് ഇത് വർക്കാവും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ഉത്തമ ഉദാഹരണം പറയാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. കർത്താവിന് സ്തോത്രം. ഒരു സ്ത്രീ ബൈബിളിലുണ്ട്. അവൾ ഓരോ ദിവസവും മരിക്കുന്ന ഒരു രോഗം അവളെ പിടിച്ചിരിക്കുക. അവിടെ രോഗത്തിന് ജീസസ് ചികിത്സിക്കാവുന്ന മുഴുവൻ ചികിത്സിച്ചു. അവിടെ എഴുതിയേക്കുന്നുണ്ട്, തനിക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുത്തു? ഈ നമുക്കൊരു കുഴപ്പമാണ്, നമ്മൾ വൈദ്യന്മാർക്ക് എത്ര കൊടുത്താലും പള്ളി കൊടുക്കുകയില്ല. നമ്മൾ മിണ്ടുന്നില്ലല്ലോ. വൈദ്യന്മാർക്ക് എത്ര കൊടുത്താലും എന്ത് ചെയ്യത്തില്ല? സ്വോത്രമൊക്കെ പോയി. നിങ്ങൾ എന്നെ നോക്ക്, ശ്രദ്ധിക്കണം. ഇവക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തു. ഒരു സ്ഥലത്ത് പോയിട്ട് സൗഖ്യമില്ലായിരിക്കുമ്പോൾ അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അവള് യേശുവിനെ കുറിച്ച് കേൾക്കണമെങ്കിൽ യേശുവിനെ കുറിച്ച് പറയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശുവിനെ കുറിച്ച് കേൾക്കണമെങ്കിൽ ആര് പറയും? ഒരാൾ കേൾക്കണേ പറയണം. ആര് പറയും? ധൈര്യം കൊണ്ട് പറയും, ഞാൻ പറയുമെന്ന് പറ. അന്നേരം ആമീനൊക്കെ കുറഞ്ഞോ? ആര് പറയും? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ആര് പറയുമെന്ന് ചോദിച്ചു. ചിലര് പറയും പോയി നോക്ക.
സൗഖ്യം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ കിട്ടിയാ വാങ്ങിച്ചു. ചിലര് പറയും, എടാ ഒന്ന് വാ, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമടാ. ഈ ഒരുത്തനെ കൊണ്ടുവരുന്നതും വാക്ക, കൊണ്ടുവന്നവനെ തിരിച്ചു വിടുന്നതും വാക്ക. കണ്ടോ, മിണ്ടുന്നില്ല. ആര് തിരിച്ചു പോയാലും പേടിയില്ലാത്ത എന്നാന്നറിയാമോ? ആയിരങ്ങളെ കൊണ്ടുവരാവുന്ന വാ നമുക്ക് തന്നേക്കുക. ഓ, രാമീൻ പറഞ്ഞു തുടങ്ങി. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ മേഖലയിൽ നിങ്ങൾ പഠിക്കണം. ഒരു രോഗി അടുക്കൽ വന്നാൽ വിവരം പറയണം. വിവരം പറയുമ്പോൾ യേശു സൗഖ്യമാക്കും. ഇവിടെ രോഗം പറയാൻ പറ്റാത്ത രോഗമാണ്. പക്ഷെ ഇവിടെ അകത്ത് വിശ്വാസം അങ്ങോട്ട് വ്യാപരിച്ചു. അവള് പറയുക, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാവും. ഇന്ന് നീ വെറുതെ വന്നതല്ല, കൈയടിക്കാൻ വന്നതല്ല. ഇന്ന് പകൽ കാണേണ്ടവനെ കാണാൻ. പറയട്ടെ, ഈ യേശുക്രിസ്തു 5 അപ്പമൊക്കെ എടുത്തുകൊണ്ട് ഉയർത്തവേ 5000 പുരുഷന്മാരാ. ഒരു 10-20,000 പേരുള്ള യാത്രയ്ക്ക് നടുവിന്ന് ഒരു സ്ത്രീ പറയാ, ഒന്ന് വഴുതാ. എവിടെ പോവാടി വെങ്കൊച്ചേ? ഉത്തരം, എനിക്ക് അവന്റെ വസ്ത്രത്തിൽ തൊടണം. ചിലർ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ തൊട്ട് നടന്നിട്ട് ഒന്നും ഫീലില്ല. ഇത് ഞാൻ വിശ്വസിച്ചോണ്ടാ പോകുന്നേ. വിശ്വസിച്ചോണ്ട് എന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലി തൊട്ടപ്പോൾ അവിടെ രോഗമുള്ള ഭാഗത്ത് അറിഞ്ഞു, ബാധ മാറിയെന്ന്. ഒരാമയും വരുന്നില്ല. ഇന്ന് പോകുന്നതിന് മുമ്പ് ശരീരത്തിൽ അറിയണം സൗഖ്യം. ദൈവശക്തി നിന്റെ ശരീരം. എനിക്ക് ഭയങ്കര വെളിപ്പാട് ദൈവം തരിക. ചില ശരീരങ്ങളിൽ ദൈവശക്തി അടിക്കുക. ഓ, ചിലരുടെ ഭാവി മേൽ ദൈവശക്തി. ഓ, ഇന്ന് യെസ്. ഓ, റബ ഹസ്സരബ. ഓ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി. ഓ, ശക്തി, ശക്തി. ഓ, പരിശുദ്ധാത്മാവേ, ശക്തി പകരണേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവരുതേ യേശുവേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ അളവില്ലാതെ, 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 അളവില്ലാതെ നിറയണമേ. ഓ, അളവില്ലാതെ നിറയണമേ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. സ്തോത്രം. യേശു തിരിഞ്ഞു ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത്? എടാ, ഒരുത്തൻ മുട്ടി ഉരുമിയിട്ട് യേശു അവനെ അറിയുന്നില്ല. പക്ഷെ വിശ്വസിച്ചവൾ തൊട്ടപ്പോൾ പ്രാപിച്ചവളും പകർന്നവനും അറിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആരും അറിയത്തില്ല നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത്. പകരുന്നവനും പ്രാപിക്കുന്നവനും. ഓ, പകരുന്നവനും പ്രാപിക്കുന്നവനും. വീണ്ടും പറയുന്നു, പകരുന്നവനും. നിങ്ങൾക്കറിയോ, ഈ ഫെലിസ്ത്യര് ചോദിക്കുന്നൊരു ചോദ്യ, ഇവന്റെ മഹാശക്തി ഏതിലാ? കാരണം ആ ശക്തി അവന് പേടി സ്വപ്നമാണ്. അവൻ തല കുത്തി നിന്നിട്ടും ഈ ശക്തിയോട് അടുക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർത്തോണം, ഈ ശക്തി ചോർത്തുന്നതാ ശത്രുവിന്റെ പദ്ധതി. പല കാര്യം പറഞ്ഞ് പല കുരുക്കിക്കൊണ്ട് കേട്ടി നിന്റെ ശക്തിയെ ചോർത്താൻ നോക്കുമ്പോ പ്രവാചകൻ പ്രവചിക്കുക, ചോരരുത്, ഇത് പുതുകിക്കൊണ്ടിരിക്കണം. നവോമിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. അവള് പറഞ്ഞ, നിറഞ്ഞവളായി ഞാൻ പോയി,
ഒഴിഞ്ഞവളായി ഞാൻ വന്നു, അരുത്, നിറഞ്ഞവളായി ഞാൻ വന്നു, ഇപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരം ക്ഷയിച്ചാലും എൻ്റെ ഉള്ളിലെ ആത്മാവ് നാൾക്കുനാൾ. ഓ യേശുവിൻ്റെ നാമത്തില് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഈ പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കാത്തിരിപ്പ് യോഗങ്ങളുണ്ട്. കാത്തിരിപ്പ് യോഗങ്ങൾ എന്തിനാണെന്നറിയോ? പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക. ഇങ്ങനെ ആ കാത്തിരിപ്പ് യോഗത്തിനകത്ത് നടക്കുന്ന എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടവർ പ്രാപിക്കാൻ കാത്തിരിക്കും, പ്രാപിച്ചവർ പുതുകാൻ കാത്തിരിക്കും. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആരാധിക്കുന്നവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്നു കഴിയുമ്പം അവൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയാമോ? അവൻ ദൈവത്തിന് ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. എന്തുവാ ക്ഷീണിച്ച് പോകാതെ? നിന്നെ ചിലരൊക്കെ ക്ഷീണിപ്പിച്ചു മാറിയിരുന്ന് ചിരിക്കുന്നുണ്ട്. അവന്റെ മുമ്പിൽ ക്ഷീണിക്കാതെ, തളരാതെ. അടുത്ത പദം ഞാൻ നിർത്താൻ പോവാ. കഴുകനെ പോലെ. ഞാനൊരു വെളിപ്പാട് കണ്ടോണ്ട് ഈ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. കഴുകന് ചിറകുണ്ട്, പക്ഷേ ആ ചിറകുകളെ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടാൽ കഴുകന് പറക്കാൻ പറ്റുകയില്ല. ലോഡ്, എന്നാൽ ഇന്നത്തെ ശുശ്രൂഷ ഞാൻ പറയാം, നിന്റെ കയർ അഴിച്ചു വിടാൻ പോവുക. ഇന്ന് പകൽ ഏതു പ്രതിസന്ധിക്ക് മുകളിലേക്കും രക്തം നിന്റെ ചിറകുകളെ ബന്ധിച്ച് നിന്നെ ഒരു സ്ഥലത്ത് കെട്ടപ്പെട്ട മൃഗത്തെ പോലെ ബന്ധിച്ചൊതുക്കിയിട്ടെങ്കിൽ ഇന്ന് പകൽ ഉയര്. രണ്ട് പദങ്ങൾ ഞാനൊന്ന് തൊട്ടച്ച് ഇവിടോട്ട് വരാം. രണ്ട് പദങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഒരിക്കലൊരു ദൈവമനുഷ്യൻ പോകുന്ന യാത്രയിൽ ഒരു സിംഹം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സിംഹം, അക്ഷരിക സിംഹം അവിടെ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ മുമ്പിൽ അക്ഷരിക സിംഹമല്ല, പൈശാചിക തലങ്ങളാണ്. അത് പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണെന്ന് പറയാം? അവനെ കടിച്ചു കീറാനാ. അവിടെ എഴുതിയേക്ക, പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവനൊരു ആട്ടിൻകുട്ടിയെ പോലെ. ഓ കൃപ, മനസ്സിലായി? ഈ ശക്തി വന്നാൽ നീ ഒതുങ്ങിയിരിക്കത്തില്ല. നിന്നെ ആരൊതുക്കിയോ, ഏത് മന്ത്രവാദി ഒതുക്കിയോ, ഏത് ആഭിചാരകൻ ഒതുക്കിയോ, ഏത് പാരമ്പര്യം ഒതുക്കിയോ, ഏത് വ്യക്തി ഒതുക്കിയോ, അവൻ നോക്കി നിൽക്ക്. ശാന്തമായിട്ട് പ്രസംഗിക്കാനാണ് ഞാൻ കയറിയത്, പക്ഷെ ഇത് ശാന്തമല്ല, ഇതൊട്ടും ശാന്തമല്ല. ഈ ശക്തി പുതുക്കണം. ഈ ശക്തി ഒരിക്കലൊരു മനുഷ്യനെ കയറുകൊണ്ട് കെട്ടി. ഫെലിസ്ത്യർ അവനെ കണ്ടപ്പോ ആർത്തു. അവിടെ വായിക്കുന്നേ, പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ കെട്ടിയ കയറ് ചണനൂല് പോലെ കരിഞ്ഞുപോയി. ഈ ബന്ധന അഴിയാന്നൊക്കെ പറഞ്ഞ അത് നിന്ന് പ്രസംഗിക്കേണ്ട ദൂത. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. 20-30 വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ കുടുംബത്തെ ശത്രു ബന്ധിച്ചിട്ടതാ. ഒരു ദൈവദാസന്റെ ഒറ്റ പ്രാർത്ഥന ഞങ്ങളുടെ മുഴുവൻ ബന്ധനം കരിഞ്ഞു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലരെ വിടുവിച്ചെടുക്കുവാൻ. ഓ കൃപ വ്യാപരിക്കട്ടെ. ഓ ഈ ശക്തിയെ പുതുക്കിക്കേ. നീ തോറ്റിട്ടില്ല കുഞ്ഞെ, നീ പരാജയപ്പെട്ടിട്ടില്ല, നീ തോറ്റിട്ടില്ല, നീ തോറ്റിട്ടില്ല, നീ പരാജയപ്പെട്ടിട്ടില്ല. ഈ ശക്തിയെ പുതുക്കിയെടുത്തേ കർത്താവേ. ഈ അത്യന്ത ശക്തി, 1-2 മിനിറ്റുകൾ കർത്താവേ, ഈ അത്യന്ത ശക്തി. എന്നോട് ദൈവം പറയാ, ചില ചിറകുകളുടെ കെട്ടുകളെ അഴിച്ചുവിട്ട് ഈ ദിവസങ്ങളിൽ നീ കഴുകനെ അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ, ഓ നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ.
ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ആരൊക്കെയോ നിനക്ക് നിശ്ചയിച്ച ചില അതിഥികൾ ഈ ശക്തി നിന്റെ മേൽ വരുമ്പോ പൊട്ടും. നിന്നെ ഭൂമിയുടെ അറ്റത്തുവരെ കൊണ്ടെത്തിക്കുന്ന ദൈവ പദ്ധതി, ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീ ബലം കൊണ്ട് ഓടാൻ പോവല്ല, ബന്ധുബലം കൊണ്ട് ഓടാൻ പോവല്ല, ഉയരത്തിലെ ശക്തി. എത്ര പേർ കൊതിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് ഉയരത്തിലെ ശക്തി, എനിക്ക് ഓ നന്നായിട്ട് ഈ ശക്തി ഒന്ന് നിറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിന്റെ പ്രശ്നം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ഈ ശക്തി പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് പറ. ഞാൻ എന്തിനാ പറയുന്നേ? ശക്തി പുതുക്കണം. നിങ്ങൾക്കറിയാമോ സഹോദര, ഒരു വർഷം തന്നെ ഒട്ടനവധി പ്രാവശ്യം ഞാൻ 21 ദിവസം മാറി മാറി ഉപവസിച്ചിട്ടുണ്ട്. ദൈവത്തിന് എന്തിനാ? ശക്തി പുതുക്കാൻ. ഇപ്പോൾ ഉപവസിക്കുന്ന എന്തിനാ? ശക്തി പുതുക്കാനാ, അല്ലാതെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി അല്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശക്തിയാൽ നിറഞ്ഞാൽ ബൈബിൾ പറയുന്ന നന്മയും കരുണയും നിന്റെ പുറകെ വരും. ബ്ലോക്കില്ലാതെ നന്മയുടെ ഫ്ലോ ഉണ്ടാകണമെങ്കിൽ നിന്റെ ശക്തി പുതുക്കിയാൽ മതി. പല ബ്ലോക്കായി, ഞാനൊരു പ്രവചനം പറയാം, വർഷങ്ങളായി ബ്ലോക്കായ പല നന്മകളും ജനുവരി മാസം തീരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിലോട്ട് വഴി വെട്ടിത്തരാൻ പോവുക. നീ ആത്മീകമായി മാത്രം ഉണര്, ശക്തിയെ പുതുക്ക്.